നമസ്തേ പ്രിയരെ, ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു ഭക്തയുടെ കഥയാണ്. വളരെ ചെറിയൊരു കഥയാണ്. മിത്രാപുരം ഗ്രാമം അന്ന് ഉണർന്നത് വളരെ ഒരു സന്തോഷത്തോടു കൂടിയാണ്. ജനങ്ങളെല്ലാം ആ ഗ്രാമത്തിൻ്റെ മധ്യത്തിലുള്ള ആൽത്തറയിലേക്ക് ഒഴുകുകയാണ്. എന്താണ് കാരണമെന്ന് തിരക്കിയപ്പോൾ അവിടെ ഒരു സന്യാസി വൈദ്യൻ, അതിശ്രേഷ്ഠനായ ഒരു സന്യാസി വൈദ്യൻ വന്നിരിപ്പുണ്ട്. അദ്ദേഹം ഭൂതവും ഭാവിയും എല്ലാം നല്ല പ്രവചിക്കുന്നതാണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ആളുകളെല്ലാം അങ്ങോട്ട് ഓടിത്തുടങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ വീട്ടിൽ ഒരു വൃദ്ധയായ സ്ത്രീ ഉണ്ടായിരുന്നു. അവർക്ക് വീട്ടുകാരുടെ വീട്ടുജോലികൾ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു ദിവസം അവർ ആ സ്വാമിയെ സമീപിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ദിവസവും വരാൻ പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് അവിടുത്തെ വന്ന് കാണണമെന്നും പ്രഭാഷണങ്ങൾ കേൾക്കണമെന്നും വലിയ ആഗ്രഹമുണ്ട്. പിന്നെ സ്വാമി പറഞ്ഞു, വിഷമിക്കേണ്ട, എന്ത് ജോലി ചെയ്യുമ്പോഴും ശ്രീകൃഷ്ണാർപ്പണ വസ്തു എന്ന് പറഞ്ഞ് ചെയ്താൽ മതി. ഇത് കേട്ട് ഇവരിങ്ങി വീട്ടിൽ വന്ന് അവർ രാവിലെ ഉണർന്നപ്പോൾ മുതൽ രാത്രിയിൽ കിടക്കുന്നത് വരെ എന്ത് ജോലി ചെയ്യുമ്പോഴും ശ്രീകൃഷ്ണാർപ്പണം വസ്തു എന്ന് പറഞ്ഞാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ ഇവർ ചപ്പുചവറുകളെല്ലാം തൂത്ത് കളയാൻ ചെന്നപ്പോഴും ശ്രീകൃഷ്ണാർപ്പണ വസ്തു എന്ന് പറഞ്ഞാണ് കളഞ്ഞത്. ഇത് കേട്ടുകൊണ്ട് നാരദൻ അതിനെ സഞ്ചരിക്കുകയായിരുന്നു. നാരദന് കലശലായ ദേഷ്യം വന്നു. എന്ത് ഉള്ള ചപ്പുചവറുകളെല്ലാം സ്വാമിക്ക് സമർപ്പിക്കുന്നു? നാരദൻ ഒറ്റടി കൊടുത്ത് വൃദ്ധയ്ക്ക് ആകെ ഏതോ വല്ലായ്മ തോന്നിയെങ്കിലും വൃദ്ധ അത് കാര്യമാക്കി ഇലിഞ്ഞു പോകുന്നു. എന്നാൽ ഈ വിവരം ഇപ്പോൾ തന്നെ ദ്വാരകയിൽ ചെന്ന് കൃഷ്ണനോട് പറയണമെന്ന് വിചാരിച്ച് നാരദൻ ദ്വാരകയിലേക്ക് നടന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ആകെ ബഹളം. എന്താണെന്ന് ചോദിച്ചപ്പോൾ ശ്രീകൃഷ്ണ പരമാത്മന് സുഖമില്ല. കാര്യം എന്താണെന്ന് തിരക്കിയപ്പോൾ അവർക്ക് ആർക്കും അറിഞ്ഞുകൂടെ. അദ്ദേഹത്തിന് സുഖമില്ലെന്ന് മാത്രമേ അറിയത്തുള്ളൂ. നാരദൻ അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ അടുക്കലെത്തി. എന്താണ് നാരദൻ, എന്താ ഭഗവാനെ, എന്താണ് സംഭവിച്ചത്? നാരദനോട് പറഞ്ഞ, എങ്കിലും നാരദ, ഇത്രയും വലിയ അടി അടിക്കണമായിരുന്നു? നോക്കിയാട്ടെ, എൻ്റെ കവിൾ കിടക്കുന്ന കണ്ടോ? നോക്കിയപ്പോൾ 5 വിരലും പതിഞ്ഞ കവിളത്ത് കിടപ്പുണ്ട്. ആ വൃദ്ധയെ അടിച്ച അടി ആർക്കാണ് കിട്ടിയത്? ഭഗവാനാണ് ഏറ്റത്. ഭക്തന്മാരെ ആര് ഉപദ്രവിച്ചാലും അത് സ്വീകരിക്കുന്നത് ഭഗവാനായിരിക്കും. ഭക്തന്മാരെ രക്ഷിക്കുക എന്നുള്ളത് ഭഗവാന്റെ കടമയാണ്. ഈ ഒരു ചെറിയ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നമ്മൾ നല്ല പ്രവൃത്തി ചെയ്താലും ഭക്തയുണ്ടെങ്കിൽ നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം ഭഗവാൻ ഏറ്റെടുത്തോളൂ. ഈ ഒരു ചെറിയ കഥ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു.